നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കവുമായി ഇന്ത്യ സഖ്യമെന്ന് റിപ്പോർട്ട്. തിങ്കളാഴ്ച രാവിലെ ചേർന്ന പ്രതിപക്ഷ കക്ഷി യോഗത്തിലാണ് തീരുമാനം. തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ പ്രാരംഭ ചർച്ചകളാണ് നടന്നിട്ടുള്ളത്. തുടർ നടപടി തേടി പ്രതിപക്ഷം പാർലമെന്റിന് നോട്ടീസ് നൽകും. എന്നാൽ ഇംപീച്ച്മെന്റ് നടപടിക്കായി ലോക്സഭയിലും രാജ്യസഭയിലും 2/3 ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസ്സാകണം. രാഷ്ട്രപതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നീക്കം ചെയ്യുന്ന തരത്തിൽ യാതൊരുവിധ അധികാരവുമില്ല. സഭകളാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് നോട്ടീസ് നൽകാനുള്ള നീക്കത്തിലേക്ക് പ്രതിപക്ഷം നീങ്ങുന്നത്. പ്രമേയം പാസ്സാകാൻ 2/3 ഭൂരിപക്ഷം വേണമെന്നിരിക്കെ അത്രയും അംഗങ്ങൾ ഇന്ത്യ സഖ്യത്തിനില്ലാത്തത് പ്രതികൂലമായി മാറാനാണ് സാധ്യതയെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഓഗസ്റ്റ് 7-നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻതോതിൽ കൃത്രിമം നടന്നുവെന്ന ഗുരുതര ആരോപണമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തി രംഗത്തെത്തിയത്. വ്യാജ വിലാസങ്ങളിൽ വൻതോതിൽ വോട്ടർമാർ, ഒരേ വിലാസത്തിൽ നിരവധി വോട്ടർമാർ, ഒരാൾക്ക് 3 സംസ്ഥാനത്ത് വരെ വോട്ട് എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് ആധാരമായി വോട്ടർ പട്ടികയുടെ വിലാസങ്ങളിലെ പൊരുത്തക്കേടുകളും നിരത്തുന്ന തെളിവുകളും രാഹുൽ വാർത്താ സമ്മേളനത്തിൽ വീഡിയോ വാളിൽ പ്രദർശിപ്പിച്ചിരുന്നു. ബംഗളൂരു സെൻട്രൽ ലോക്സഭാ സീറ്റിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ വൻതോതിലുള്ള വോട്ട് മോഷണം നടന്നതായി രാഹുൽ ആരോപിച്ചു. ബാംഗ്ലൂർ സെൻട്രലിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ മഹാദേവപുര ഒഴിച്ച് 6 വോട്ടുകളിൽ കോൺഗ്രസിന് 85,000 വോട്ട് ലീഡുണ്ടായിരുന്നു. എന്നാൽ മഹാദേവപുരയിലെ മാത്രം വോട്ട് കൂടിയപ്പോൾ 35,000 വോട്ടിന് BJP സ്ഥാനാർത്ഥി ജയിച്ചു. ഈ ഒരേ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 1,14,000 വോട്ടാണ് BJPക്ക് അധികമായി കിട്ടിയത്. ഇത് സർവത്ര തിരിമറിയാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ 6.5 ലക്ഷം വോട്ടുകളിൽ 1 ലക്ഷത്തിലധികം വോട്ടുകൾ വ്യാജമാണെന്നും രാഹുൽ ആരോപിച്ചു. രാജ്യത്ത് തിരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം കാണിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുമായി ഒത്തുകളിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതിന് എപ്പോഴും ഒരു കാരണമുണ്ടാകാറുണ്ടെന്ന് പറഞ്ഞ രാഹുൽ പുൽവാമയും ഓപ്പറേഷൻ സിന്ദൂറും ചൂണ്ടിക്കാട്ടി. മഹാരാഷ്ട്രയിൽ 5 വർഷം കൊണ്ട് ഉണ്ടായതിനേക്കാൾ കൂടുതൽ വോട്ടർമാരെ 5 മാസം കൊണ്ട് പുതുതായി ചേർത്തതും വൈകുന്നേരം 5 മണിക്ക് ശേഷം പോളിംഗ് ശതമാനത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണെന്ന് രാഹുൽ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ വോട്ടർ പട്ടികയിൽ സംഭവിച്ച വോട്ടർമാരുടെ വർധനയും കുതിച്ചുചാട്ടവും സംശയകരമാണെന്ന് രാഹുൽ കൂട്ടിച്ചേർത്തു. മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടെന്നും രാഹുൽ ആരോപിച്ചു. തെളിവുകളില്ലാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നതായും രാഹുൽ ആരോപിച്ചു. വോട്ടർ പട്ടികയുടെ ഇലക്ട്രോണിക് ഡേറ്റ നൽകാത്തത് കൃത്രിമം കണ്ടെത്തുമെന്നതുകൊണ്ടാണെന്നും രാഹുൽ പറഞ്ഞു. അതിനിടെ വോട്ട് കവർച്ച ആരോപണം ഉന്നയിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ഞായറാഴ്ച ബീഹാറിലെ സസാറാമിൽ തുടക്കമായി. ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള യുദ്ധമാണ് താൻ നടത്തുന്നതെന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും വോട്ട് മോഷണം അനുവദിക്കില്ലെന്നും രാഹുൽ വ്യക്തമാക്കി. വോട്ട് അധികാർ യാത്രയ്ക്ക് മുന്നോടിയായി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ജനങ്ങളുടെ വോട്ടവകാശം കവർന്നെടുക്കുകയാണെന്ന് ആരോപിച്ചാണ് രാഹുലിന്റെ യാത്ര.